ഞങ്ങൾ ഒരു കാര്യം ഇപ്പോഴും പറയാം, CPM പോലെ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അസ്തമിച്ചു പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഈ മാതിരി തെമ്മാടിത്തരവും തിണ്ണമെടുക്കും കാണിച്ചിട്ടല്ല ഇവർ നിലനിൽക്കേണ്ടത്. കുറെ കൂടി ജനാധിപത്യ ബോധത്തോടുകൂടി, കുറെ കൂടി പൗരബോധത്തിനും പൗരാവകാശങ്ങൾക്കും വില കൊടുത്തുകൊണ്ട്, മനുഷ്യാന്തസ്സിന് വില കൊടുത്തുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം പക്ഷെ ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇവര് തിരുത്തി മുന്നേറും എന്നൊക്കെ ഒരറ്റത്തോടെ പറയും. ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നതല്ല. തെമ്മാടിത്തരം എന്ന വാക്കിനെ നിഷ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ തുടങ്ങിയല്ലോ പറയുന്നതിൽ തെറ്റുണ്ടേ? നിഷ തെമ്മാടിത്തരം എന്ന വാക്കിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു പോകുന്നില്ല എന്തെങ്കിലും തെമ്മാടിത്തരം എന്ന് ജിൻഡോ പറഞ്ഞ വാക്കിനെ നിഷ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇത് അല്ലല്ല, അത് നിങ്ങളുടെ ഫ്ലോറിൽ, മനോരമയുടെ ഫ്ലോറിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഔദ്യോഗിക വാക്കാണ്. ഞാൻ പറയാം, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയപ്പോൾ കരിങ്കൊടി വീശിയ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇറങ്ങി തല്ലി ചതച്ചത് അതിന്റെ പേര് തെമ്മാടിത്തരം എന്ന് തന്നെയാണ് ശ്രീ സുരേഷ് കുമാർ. ചിലതൊക്കെ അങ്ങനെ പറയേണ്ടി വരും. ശരി, ശ്രീ ജിൻഡോ പറയും. ഈ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നതിനെയും അതിനേക്കാൾ വൃത്തികെട്ട തെമ്മാടിത്തരമെന്ന് ഞാൻ വിശേഷിപ്പിക്കും. അപ്പൊ നിഷയ്ക്ക് വിഷമമുണ്ടാകരുത്. താങ്കൾ എന്തെങ്കിലും വിളിക്കും. താങ്കൾ ഇനി ഡാഷ് വിളിച്ചാലും കുഴപ്പമില്ല. എന്റെ അതിനേക്കാൾ വൃത്തികെട്ട തെമ്മാടിത്തരം വിശേഷിപ്പിക്കും. തെമ്മാടിത്തരം എന്ന വാക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിഷ കൂടെ സാഹചര്യത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഈ കുട്ടികളെ ഗൺമാൻമാരിറങ്ങി അവർക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ലാത്തി കൊണ്ട് തല്ലി ചതച്ചത്, സമരം ചെയ്തതിന്, പ്രതിഷേധിച്ചതിന് ആ അസഹിഷ്ണുതയുണ്ടല്ലോ, ഇടതുപക്ഷം എന്ന പേരിന് പോലും ചേരാത്ത ആ അസഹിഷ്ണുത, അതിനെയൊക്കെ തെമ്മാടിത്തരം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. ശ്രീ സുരേഷ് കുമാർ, ദയവായി അങ്ങ് ക്ഷമിക്കണം. ജിൻഡോ പറയാം. നിഷ, ഇവിടെ തെരുവോരങ്ങളിലിട്ട് പെൺകുട്ടികളുടെ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് ആനയിച്ച തെമ്മാടിത്തരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തെമ്മാടിത്തരം കാല് ചിന്നിച്ചിതറി, പോലീസിന്റെ ഗ്രനേഡ് ഉപയോഗിച്ച് കാല് ചിന്നിച്ചിതറി കാലമായി ജീവിക്കുന്ന വിദ്യാർത്ഥിനികളുള്ള നാടാണ് ഈ നാട്. നിഷയ്ക്ക് അറിയാമോ? അത്തരം ശുദ്ധ തെമ്മാടിത്തരം ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു? അതെ, തെമ്മാടിത്തരം ആര് കാണിച്ചാലോ തെമ്മാടിത്തരം തന്നെയാണ് ശ്രീ സുരേഷ് കുമാർ. ജിൻഡോ കഴിഞ്ഞിട്ടെങ്കിലും ഇത് നിർത്തിക്കൂടെ? നിങ്ങളെപ്പോലുള്ള ആളുകൾ ന്യായീകരിച്ച്, അല്ല അതിപ്പോഴല്ലേ, ആര് കാണിച്ചാലും ഇപ്പം വന്ന വാക്കല്ലേ? ആര് കാണിച്ചാലും ഇപ്പം വന്ന വാക്കല്ലേ? ഇപ്പോഴല്ലേ ആ വാക്ക് ആഡ് ചെയ്യപ്പെട്ടത്? അതിനു മുമ്പേ ഏകപക്ഷീയമായിരുന്നല്ലോ തെമ്മാടിത്തരം. ഞാൻ പറയുന്നത് വരെ തെമ്മാടിത്തരം ഏകപക്ഷീയമായിരുന്നല്ലോ. ഇപ്പോഴല്ലേ നിഷയ്ക്ക് തെമ്മാടിത്തരം ആര് കാണിച്ചാലും എന്ന വാക്ക് ഇപ്പൊ ആഡ് ചെയ്യേണ്ടി വന്നത് അല്ലേ? എന്താണ് താങ്കളുടെ പ്രശ്നം ശ്രീ സുരേഷ് കുമാർ? അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുമോ? ജിൻഡോയെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കുമോ? ഇടപെട്ടല്ലോ. നിങ്ങളെപ്പോലുള്ള ആളുകൾ, നിങ്ങൾ ഇതുപോലെ ന്യായീകരിച്ചാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ വിജയം നൽകിയത്. ശ്രീ സുരേഷ് കുമാർ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തലയടിച്ച് പൊട്ടിച്ച AD തോമസ്, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്, ഇന്ന് MLA ആണ്. ജനാധിപത്യത്തിന്റെ സിംഹാസനത്തിൽ ആ ചെറുപ്പക്കാരനെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിടുകയാണ്. മനസ്സിലായില്ലേ? അത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കാണിച്ച തെമ്മാടിത്തരത്തിനും തിണ്ണമിടിക്കനും കേരളത്തിലെ പൗരബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിലാണ് സാധാരണക്കാരന് പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ജീപ്പ് അടിച്ചു പൊളിക്കാനും മനുഷ്യരുടെ തലയടിച്ചു പൊട്ടിക്കാനും അതിന് ജീവൻ രക്ഷാപ്രവർത്തനം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആ മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് AD തോമസ് എന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ചെറുപ്പക്കാരൻ കേരള നിയമസഭയുടെ അകത്ത് ജനാധിപത്യത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഇനിയും ഇതുപോലെ ന്യായീകരിച്ചാൽ, നിങ്ങൾ ഒരുപാട് കാലം ഇതുപോലെ ന്യായീകരിച്ചാൽ നിങ്ങൾ ഇല്ലാതാക്കപ്പെടും. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അഭിപ്രായം പറയണം. നിഷ, ഞങ്ങൾ ജയിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന്റെ, ജനപക്ഷത്ത് നിന്നിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായിട്ടുള്ള നിരന്തര സമരങ്ങൾ, ജനങ്ങൾ ആഗ്രഹിച്ച വിഷയങ്ങളാണ് ഞങ്ങൾ മുദ്രാവാക്യങ്ങളായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയിട്ടുള്ളത്. ജനപക്ഷത്ത് നിന്ന് സമരം ചെയ്തു. ഞങ്ങൾക്ക് ചില കുറവുകൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് അത് കണ്ടറിഞ്ഞ് പഠിച്ച് തിരുത്തി മുന്നോട്ട് പോയി. അതുകൂടാതെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവികാരമുണ്ടായി. അത് കൃത്യമായി ജനങ്ങളുടെ ഓർമ്മയിലേക്ക് ഉണർത്താൻ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് പറ്റി. ഓരോ 50 മീറ്ററിലും പിണറായി വിജയന്റെ മുഖം അച്ചടിച്ച് ഫ്ലെക്സ് അടിച്ച് വെച്ചപ്പോൾ ഇവരത് ഓർമ്മിപ്പിച്ചു, ഞങ്ങളുടെ പണി എളുപ്പമാക്കി തന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ സുരേഷ് കുമാർ അടക്കമുള്ള CPMന്റെ ഔദ്യോഗിക പ്രതിനിധികൾ നമ്മൾ എത്രയൊക്കെ സാധാരണ ജനങ്ങളുടെ സങ്കടങ്ങളെ കുറിച്ച്, വിലാപങ്ങളെ കുറിച്ച് പറഞ്ഞാലും ഇവർ പിണറായിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പിന്തുണച്ച് ന്യായീകരിച്ചു കൊടുത്തത് കൊണ്ടുകൂടിയാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ വിജയം കിട്ടിയത്. ഇത് ഞങ്ങളുടെ മാത്രം വിജയമാണെന്നുള്ള അഹങ്കാരം ഞങ്ങൾക്കില്ല. ഇത് കോൺഗ്രസിന്റെയും UDFന്റെയും മാത്രമല്ല,
ഇത് CPM-നകത്തും CPI-ക്കകത്തും LDF-നകത്തുമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള സാധാരണക്കാരുടെ സങ്കടം മനസ്സിലാക്കുന്ന നല്ല സഖാക്കന്മാരുടെ കൂടി പിന്തുണയും ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിക്കുക. ഞങ്ങളുടെ പ്രവർത്തകർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ തലയടിച്ച് പൊട്ടിക്കപ്പെടേണ്ട ആ ചെറുപ്പക്കാർ, ജയിലിൽ പോയ ചെറുപ്പക്കാർ, കറുത്ത 10 രൂപയുടെ മാസ്ക് വെച്ചതിന്റെ പേരിൽ 10 ദിവസം ജയിലിൽ പോയ കരുതൽ തടങ്കലിലാക്കപ്പെട്ട ചെറുപ്പക്കാരുടെയൊക്കെ സങ്കടങ്ങളുണ്ടല്ലോ, അവരുടെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ആയിരുന്നു. മുഖ്യമന്ത്രി 80 ലക്ഷത്തിന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലൂടെ പറന്നു പോകുമ്പോൾ ടെറസിന്റെ മുകളിൽ അടക്കിയിട്ട കറുത്ത കുപ്പായം ആടിയാൽ പോലും ചെറുപ്പക്കാർ ജയിലിൽ പോകുന്ന കാലഘട്ടം, ഫാസിസ്റ്റ് കാലഘട്ടം സംഭാവന ചെയ്ത പിണറായി വിജയന്റെ പരാജയം കൂടിയാണ്. 6 റൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറകിൽ പോയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പാർട്ടി കോട്ടകൾ പോലും തകർന്നു വീണുകൊണ്ട് CPM തകർച്ചയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഏറ്റവും വലിയ പരാജയത്തിലേക്ക്. ആദ്യത്തെ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത കേരളത്തിൽ നിന്നാണ് അവസാനത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്തെന്നുള്ള ആ ചരിത്രം കൂടി നിങ്ങൾക്ക് അവകാശപ്പെടാവുന്നതാണ്. എന്തുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയോ? സാധാരണക്കാരുടെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലായില്ല. പൗരപ്രമുഖന്മാരെ വിളിച്ച് അരച്ച അണ്ടിപ്പരിപ്പിൽ ചിക്കൻ കറി കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാതൽ കൊടുക്കുകയാണ് അല്ലെ? അങ്ങനെ പ്രാതൽ കൊടുത്തപ്പോൾ പാവപ്പെട്ട മനുഷ്യർ പിച്ചച്ചട്ടിയുമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത് ഹൈക്കോടതി പോകുന്നു. അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾ ഹൈക്കോടതിയിൽ വരുന്നു. എന്തിനാ? ചെയ്യാത്ത ജോലിക്ക് വാങ്ങിയ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് 6 മാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിപ്പോ ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട്. 18, 19, 21 മാസമായിട്ട് ക്ഷേമനിധികൾ കിട്ടാത്ത മനുഷ്യരുണ്ട്. ശമ്പളം മുടങ്ങിയ മനുഷ്യരുണ്ട്. ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. സാധാരണക്കാർ പടുപട്ടിണിയിൽ കിടക്കുമ്പോൾ പോലും നിങ്ങൾ മുന്തിയ താരങ്ങളെ കൊണ്ട് കേരളത്തിൽ ദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ച കെട്ടുകാഴ്ചകൾ ഉണ്ടായിരുന്നു. 1,05,00,000 ആഡംബര വാഹനമില്ലേ ഇപ്പൊ നിങ്ങൾ ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്? അതിൽ കൊണ്ടുപോകണം. ആ തോറ്റ 13 മന്ത്രിമാരെയും നിങ്ങളുടെ ആ സിറ്റിംഗ് MLA-മാരിൽ തോറ്റുപോയ കുറെ എണ്ണങ്ങളില്ലേ, അവരെല്ലാത്തിനെയും പറക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ധർമ്മടത്തേക്ക് ഒരു യാത്ര നടത്തണം. പണ്ട് നിങ്ങൾ വടക്കുന്ന് തെക്കോട്ടെടുത്ത യാത്ര പോലെ ഇന്ന് നിങ്ങൾ തെക്കുന്ന് വടക്കോട്ടൊരു യാത്ര നടത്തണം ആ നവകേരള ബസ്സിൽ. അപ്പൊ കേരളത്തിൽ നവകേരള സൃഷ്ടി പൂർത്തിയാകും. ജനങ്ങൾ നിങ്ങളുടെ നവകേരള സൃഷ്ടി പൂർത്തിയാക്കി അതിന്റെ നിങ്ങൾ എഴുതി നിങ്ങൾ തന്നെ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് നാട്ടിലെ സാധാരണക്കാർ കീറി അറബിക്കടലിൽ എറിഞ്ഞതിന്റെ ആ വിളംബരമാണ് 4-ാം തീയതി കേരളത്തിൽ കേട്ടത്. ഇപ്പോഴും പഠിക്കാറായിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പറയാ നിങ്ങൾ ചെയ്തത് തെമ്മാടിത്തരവും തിണ്ടമിടുക്കും അല്ലെങ്കിൽ പിന്നെ എന്താണ് സാറേ? സജീവമായിട്ട് രംഗത്തിറങ്ങാൻ പോവാണ്, നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നാട്ടിൽ അക്രമം ഉണ്ടാക്കരുത്, തല്ലിപ്പൊളിക്കരുത്, അലമ്പുണ്ടാക്കരുത്, മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കണം. 10 വർഷക്കാലം വലിയ അധ്വാനമൊന്നും ഇല്ലാതെ ജീവിച്ചതിന്റെ മരവിപ്പൊക്കെ ഒന്ന് മാറ്റി നാട്ടിലിറങ്ങി അലമ്പുണ്ടാക്കരുത്. എന്ത് സമരം വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, മനുഷ്യന്മാരെ ആക്രമിക്കാതിരുന്നാൽ മാത്രം മതി. ഒന്നാമത്തത്. രണ്ടാമത്തത്, വിദ്യാർത്ഥി നേതാക്കന്മാർ പോലീസിന്റെ മർദ്ദനം ഏറ്റിട്ടുണ്ട്, MLA-മാരായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, ഒരുപാട് പേർ കോൺഗ്രസിലും LDF-ലും UDF-ലും ഉള്ള ഒരുപാട് പേർ അങ്ങനെ മർദ്ദനം ഏറ്റിട്ടുള്ളവർ MLA-മാരായിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രോട്ടോകോൾ ലംഘിച്ച് ഒരു വിദ്യാർത്ഥി നേതാവിന്റെ തലയടിച്ച് പൊട്ടിക്കുന്നത് ആദ്യമായിട്ടാണ് ഉണ്ടായത്. അതിനെയൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വിളിക്കുന്നതും ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇതിനെ ഒന്ന് ന്യായീകരിക്കരുത്. ഇനി അടുത്തത് താങ്കൾ പറഞ്ഞ ഒരുപാട് പേർ തോറ്റിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തോറ്റിട്ടില്ലേ, ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ എന്ന്. ഞങ്ങൾ തോറ്റ സമയത്തൊക്കെ നിങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരുപാട് പേര് തോറ്റ കഥ പറഞ്ഞിട്ടുണ്ട്. തോറ്റവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ തോറ്റതിന്റെ കാരണം പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടാതെ അവർ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കിട്ടിയ വിഷയത്തിൽ മറുപടി പറയാൻ പറ്റാതെ പാർട്ടി നേതാക്കന്മാർ പെരുവഴിയിൽ വിയർത്തൊലിക്കുന്നതിന്റെ പേരിലല്ല തോറ്റത്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് തോറ്റുണ്ട്. പക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, CPM-ന്റെ ഒരു തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയന്റെ മാത്രം കുടുംബ സ്വത്തായിട്ട് ഈ പാർട്ടിയെ അധപതിച്ചു കൊണ്ടുപോയി. താങ്കൾ പറഞ്ഞൊരു കാര്യമില്ലേ, മുഖ്യമന്ത്രിയുടെ പടം ദേശീയപാതയോരത്ത് ഫ്ലെക്സ് അടിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ തീരുമാനമാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു കുറവും ഉണ്ടായില്ലെന്ന്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുഴപ്പം മുഴുവൻ നിങ്ങൾ സഖാക്കന്മാർക്കാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നിങ്ങളെ ഫ്ലെക്സുകൾ ഒരുപാട് എണ്ണം അടിച്ച് ഇറക്കിയപ്പോൾ ഞങ്ങൾ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ പറയുന്നത് എല്ലാ കോൺഗ്രസ് പാർട്ടി ഓഫീസിന്റെ UDF-ന്റെ പാർട്ടി ഓഫീസിന്റെ ഒക്കെ മുന്നിൽ പിണറായി വിജയൻ ഈ ആഫീസിന്റെ ഐശ്വര്യം ഒന്ന് എഴുതി വെക്കേണ്ട സാഹചര്യമാണ്. അത്രത്തോളം ജനങ്ങളെ ഓർമ്മിപ്പിച്ച ഒരു ഭരണവിരുദ്ധതയുടെ ദൃഷ്ടാന്തമായിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖം. കാരണം എന്താ, 390 പാവപ്പെട്ടവർക്ക് ലൈഫ് മിഷനിൽ വീട് അനുവദിക്കേണ്ട 15,63,00,000 രൂപ കൊണ്ടാണ് നിങ്ങൾ ഈ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ പടം ദേശീയപാതയോരത്ത് ഫ്ലെക്സ് അടിച്ചു വെച്ചത്. അത് മനുഷ്യന്മാരെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾക്കൊരു സൗകര്യം നിങ്ങൾ ചെയ്തു തന്നു. ഇനി നിഷ ചോദിച്ച ചോദ്യം, ഇദ്ദേഹം പറഞ്ഞ കാര്യം അനുസരിച്ചിട്ടാണെങ്കിൽ നല്ല സർക്കാർ, ഇന്നലെ M സ്വരാജ് പറഞ്ഞതും ഇപ്പോ A വിജയരാഘവൻ പറഞ്ഞത് വർഗീയത രാഗ്യമിനിക്കുക വിജയമെന്നാണ്. ഞാൻ വിജയരാഘവൻ എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പറെ കാത്തിരിക്കുകയായിരുന്നു. എന്തേ അദ്ദേഹം വരാൻ വൈകിയതെന്നുള്ളത് മാത്രമാണ് സംശയം. കാരണം എവിടെ എന്ത് സംഭവിച്ചാലും നാട്ടിൽ ആർക്കെങ്കിലും ജലദോഷപ്പനി വന്നാൽ പോലും അതിൽ വർഗീയത കാണുന്ന ഒരാളാണ് വിജയരാഘവൻ. ആ വിജയരാഘവൻ പറഞ്ഞത്
രാഘവൻ പറഞ്ഞത് എന്താണ്? വർഗീയത രാഗിമിനിക്കിയ വിജയമെന്ന്. കേരളത്തിലെ മനുഷ്യർ 46% മനുഷ്യർ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യർ മുഴുവൻ വർഗീയവാദികളാണെങ്കിൽ പാർട്ടി കോട്ടയിൽ കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്ത, അല്ലെങ്കിൽ TK ഗോവിന്ദന് വോട്ട് ചെയ്ത തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അമ്പലപ്പുഴയിലെയും പാർട്ടി സഖാക്കന്മാർ വർഗീയവാദികളായിരുന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ പഠിപ്പിച്ചു കൊടുത്തത് വർഗീയവാദത്തിന്റെ പാഠങ്ങളായിരുന്നോ? നിങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ തൊട്ട് താഴേക്കുള്ള CPM-ന്റെ നേതൃനിരയിലുള്ളവർക്ക് ഈ തേങ്ങ തലയിൽ വീണിട്ടുള്ള അവസ്ഥയാണ്. അടപടലം തോറ്റതിന്റെ ആ ജല വിഭ്രമം കൊണ്ട് എന്താ പറയുന്നതെന്നുള്ള പോലും തിരിച്ചറിവില്ല. VS അച്യുതാനന്ദന്റെ മകൻ പാർട്ടിക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. EP ജയരാജന്റെ മകൻ, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന് വേണ്ട പോരാളി ഷാജി വരെ ഇപ്പോഴാണ് പോരാളിയായിട്ട് മാറുന്ന രീതിയിലേക്ക് പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും നിങ്ങൾ വോട്ട് ചെയ്തവർ അരാഷ്ട്രീയവാദികളാണെന്നുള്ള M സ്വരാജിന്റെ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാര്യം പറയാം, നിങ്ങൾ കൃത്യമായി ക്ഷേമം കൊടുത്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമായിരുന്നല്ലോ. മനുഷ്യരുടെ അന്തസ്സിന് വില കൊടുക്കാത്തതിന്റെ പേരിലാണ് നിങ്ങൾ പരാജയപ്പെട്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ നിശ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ വിരുദ്ധത വലിയ രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് തരംഗമായിട്ട്. ഇവർ 75 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചു. CPM-ഉം LDF-ഉം എല്ലാ കാലത്തും UDF-നെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് എന്താ? നിങ്ങൾ MLA-മാരെ മാറ്റുന്നില്ലല്ലോ, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നില്ലല്ലോ. എന്നിട്ട് ഇവർ മൂന്നാമത്തെ ഒരു ഊഴത്തിന് വേണ്ടിയിട്ട് 75 പേരെ തുടർന്ന് മത്സരിപ്പിക്കുന്നു. CPM തന്നെ 56 പേരെ മത്സരിപ്പിച്ചു. അതിൽ 30 എണ്ണവും തോറ്റു, 13 മന്ത്രിമാർ തോറ്റു, അടപടലം തോറ്റു. ഇവർ അന്ന് വരെ ചില മാധ്യമ സഖാക്കന്മാരെ വിലക്കെടുത്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂർ ചർച്ചയിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയോ? സർക്കാർ വിരുദ്ധത ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിലും MLA-മാരുടെ വിരുദ്ധത ഇല്ല. അതുകൊണ്ട് ഒരു 76-80 സീറ്റിൽ LDF തുടർഭരണം കിട്ടും എന്നാണ് എന്റെ വിശ്വാസം എന്നാണ്. അങ്ങനെ പറഞ്ഞ ആളുകളെ ഒന്നും ഇപ്പൊ നമ്മൾ കാണുന്നില്ല. അടപടലം തോറ്റ് പരിപാടി തീർന്നിരിക്കുക. ഇപ്പൊ ന്യായീകരിക്കാൻ പോലും ഒരു വാക്കില്ലാതെ തേങ്ങ തലയിൽ വീണ അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളോട് നിങ്ങൾ തോക്കാൻ കാരണം നിങ്ങളുടെ ഈ ന്യായീകരണം കൊണ്ടുകൂടിയാണ്. സർക്കാർ വിരുദ്ധതയുണ്ടായിരുന്നു, പിണറായി വിരുദ്ധതയുണ്ടായിരുന്നു, CPM വിരുദ്ധതയുണ്ടായിരുന്നു, ഒടക്കത്തെ അഴിമതി ഉണ്ടായിരുന്നു, കൊള്ളയുണ്ടായിരുന്നു, ധാർഷ്ട്യമുണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറം ഈ മനുഷ്യന്റെ അന്തസ്സിന് വില കൊടുക്കാത്ത, സാമാന്യ ബോധത്തിന് പോലും വില കൊടുക്കാത്ത രീതിയിലുള്ള വൃത്തികെട്ട ന്യായീകരണമാണ് CPM-നെ LDF-നെ ഇതുപോലെ തകർച്ചയിലേക്ക് വിട്ടത്. ഞങ്ങളുടെ അധ്വാനം, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ പ്രയാസം, പോരാട്ടം, അതിനേക്കാൾ അപ്പുറം നിങ്ങളാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ സംഭാവന നൽകിയതെന്നുള്ള തിരിച്ചറിവ് ഇനിയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് തിരുത്തിയാലും, നിങ്ങൾ എവിടേക്ക് ഇറങ്ങിയാലും ഒരു കാര്യമില്ല, കുറെ അക്രമം നടത്താമെന്നല്ലാതെ. ജനങ്ങളെ വൈകാരികമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ അവധാനതയോടുകൂടി, സാമാന്യ ബോധത്തോടുകൂടി, സാധാരണക്കാരുടെ വൈകാരികമായിട്ടുള്ള തലങ്ങൾ പരിശോധിച്ച് ബോധത്തോടുകൂടി ഇടപെടണമെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇദ്ദേഹത്തിന് സുരേഷ് കുമാറിന് കേട്ടതിൻ്റെ കുഴപ്പമാണ്. ഞാൻ എൻ്റെ ടേക്കിൽ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് കുഴപ്പങ്ങളും കുറവുകളും വന്നിട്ടുണ്ട് ചരിത്രത്തിൽ പല ഘട്ടത്തിലും. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തോറ്റിട്ടുണ്ട്. അത് തിരുത്തി മുന്നേറാൻ ഞങ്ങൾക്ക് കിട്ടിയ അവസരമാണ് കഴിഞ്ഞ 10 വർഷമെന്ന് കൃത്യമായി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. സുരേഷ് കുമാറിന് സമയം കിട്ടും ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പരിശോധിച്ചാൽ മതി. തെറ്റ് പറ്റാത്തവരാണ് ഞാനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തങ്ങളുടെ കേൾവിയുടെ കുഴപ്പമാണ്. അത് മൊത്തത്തിൽ കുറച്ച് ദിവസമായിട്ട് സഖാക്കന്മാർക്ക് കേരളത്തിലെമ്പാടുമുണ്ട്. പിണറായി വിജയനെ ന്യായീകരിക്കുന്ന സഖാക്കന്മാർക്ക് മാത്രമാണ് ഈ തലയിൽ തേങ്ങ വീണ ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്ക് കപ്പം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പുതിയ വാദമാണ്. താങ്കൾ പറഞ്ഞത് ഒരു വൃത്തികേടാണെങ്കിലും അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കപ്പം കൊടുത്തതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ തലയിൽ തേങ്ങ വീണോ? അപ്പോഴ് അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അത് നിങ്ങളുടെ തലയിൽ തേങ്ങ വീണതാണോ? അപ്പോൾ ഇനി സമയം തലയിൽ നിങ്ങളുടെ തലയിൽ തേങ്ങ വീണതാണോ? അല്ല ശ്രീ സുരേഷ് കുമാർ, ഇനി സമയം വേണ്ട എന്ന് താങ്കൾ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾക്ക് സമയം താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. ഇനി ഞാൻ പറയാം. ഒരു കാര്യം, സുരേഷ് കുമാർ ഇനി ഇടപെടാതിരുന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ DMK-യുടെ കയ്യിൽ നിന്ന് പണം പറ്റിയ CPM-കാരെ കാണിക്കേണ്ട. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ, സുരേഷ് കുമാറിന് ആർജവമുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്ക് നിർത്ത്. താങ്കൾ പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്ക് കപ്പം കൊടുത്തതിന്റെ തെളിവുണ്ടെങ്കിൽ മാസപ്പടി കേസെടുത്ത് ദൂരെ അറിഞ്ഞത് അറിയാമോ? എന്ത് വിളിച്ച് തെളിവുണ്ടോ? വൃത്തികേട് പറയുന്നോ? അതറിയാമോ?
വൃത്തികേട് പറയുന്നോ? പിന്നെ മാസപ്പടി കേസെടുത്ത് കോടതി മാത്യു കുഴൽനാടന്റെ കേസ് കോടതി ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. നിങ്ങൾക്കത് അറിയാമോ? നിഷയ്ക്കത് അറിയാമോ? എന്തേ ഒളിച്ചു വെക്കുന്നു? എന്തേ ഒളിച്ചു വെക്കുന്നു? നിങ്ങളുടെ മാസപ്പടി കേസ് എവിടെ പോയി? മാത്യു കുഴൽനാടന്റെ മാസപ്പടി കേസെടുത്ത് കോടതി ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. 10 ലക്ഷം രൂപ ഇവിടെ എന്നാൽ ഫൈൻ അടിക്കുമെന്ന് അറിയാമോ? എന്ത് തോന്നിയാസം വന്നിരുന്ന് ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് പറയുക. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അഹന്തത്തിൽ അഹന്ത ഇത്രയും കാണിക്കരുത്, ഇത്രയും അഹങ്കരിക്കരുത്. മനസ്സിലായില്ലേ? തോന്നിവാസം പറഞ്ഞ താങ്കളാണ്. പ്രിയങ്ക ഗാന്ധിക്ക് അപ്പം കൊടുത്തതിന്റെ അത് നിങ്ങൾ മാത്യു കുഴൽനാടനോട് ചോദിക്കും. കോടതി അദ്ദേഹത്തോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. മാത്യു കുഴൽനാടനോട് ചോദിച്ചു. മാത്യു കുഴൽനാടനോട് നിങ്ങളുടെ MLA വക്കീൽ അദ്ദേഹത്തോട് ചോദിച്ചു. രേഖകളുണ്ടെങ്കിൽ പുറത്തുവിട്. MLAക്ക് അഭിപ്രായമുണ്ടോ? ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട്. വിവരമുള്ളവരോട് ചോദിച്ചാൽ മതി. BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടാണ്, കപ്പം കൊടുത്തിട്ടാണ് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇതെന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. BJPക്ക് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. മാത്യു കുഴൽനാടന്റെ മാസപ്പടി കേസെടുത്ത് കോടതി ചവറ്റുകുട്ടയിലെറിഞ്ഞു. ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ? മാത്യു കുഴൽനാടന്റെ കേസ് മാസപ്പടി കേസ് കോടതി എടുത്ത് ചവറ്റുകുട്ടയിലെറിഞ്ഞു. 10 ലക്ഷം രൂപ ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു. താങ്കളുടെ കേസ് പോക്കാ. മറുപടി പറഞ്ഞിട്ടുണ്ട്. 42,829 നിങ്ങളുടെ ഓമന പേരാണ് മാസപ്പടി. നിങ്ങളുടെ ഓമന പേരാണ് മാസപ്പടി. മനസ്സിലായില്ലേ? മാത്യു കുഴൽനാടനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ നിങ്ങളുടെ നേതാവായിട്ടുള്ള മാത്യു കുഴൽനാടനോട് കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കേസിനെ സംബന്ധിച്ച്. മതിയായില്ലേ? നിങ്ങൾ പറഞ്ഞത് നാട്ടുകാർ വിശ്വസിച്ചോ? മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് BJPക്കും RSSനും കപ്പം കൊടുത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നിങ്ങളിൽ നിന്നും ഒന്നും പഠിക്കാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നുമില്ല. എന്ത് സേവനമാണ് കൊടുത്തത്? കപ്പം കൊടുത്തു എന്ന് നിങ്ങൾ എന്ത് സാധനമാണ്? നിങ്ങൾ എന്ത് സാധനമാണ് BJP? നിങ്ങൾ എന്ത് സാധനമാണ്? ചർച്ചയിലൂടെ പ്രേക്ഷകർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു.